അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഹാഫിദ് ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വ ഇയ്യാക്കും. അല്ലാഹു പറയാണ്, വകഅയ്യിൻ മിൻ ദാബത്തിൻ, എത്രയെത്ര ജീവികളാണ്, ലാ തഹ്മിലു റിസ്ഖഹ, അവരുടെ ഭക്ഷണം കൊണ്ട് നടക്കുന്നില്ല, നാളത്തേക്കുള്ള ഭക്ഷണം അവർ സൂക്ഷിക്കുന്നില്ല, കൊണ്ട് നടക്കുന്നില്ല. അങ്ങനത്തെ എത്രയെത്ര ജീവികളാണ് ഇവിടെ ഉള്ളത്. അല്ലാഹു യർസുഖുഹാ വയ്യാക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അല്ലാഹുവാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും അല്ലാഹുവാണ്. അപ്പൊ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇവിടുത്തെ വിവിധമായ ജീവികൾക്ക് ഭക്ഷണം അവർ സ്റ്റോർ ചെയ്യുന്നില്ല. സ്റ്റോർ ചെയ്യുന്ന ജീവികളുണ്ട്, പെരിച്ചായി, എലി, ഉറുമ്പ് പോലത്തവരൊക്കെ ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു പറയുന്നു, എത്രയെത്ര ജീവികൾ അവര് ഭക്ഷണം സ്വരൂപിക്കുന്നില്ല, എന്നിട്ട് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എന്ന്. തുടർന്ന് ഹാഫിദ് ഓതിയ ആയത്ത് എന്താ ഉണ്ടായത്? യബ്സുത്തു റിസ്ഖ, അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് ഭക്ഷണം വിശാലാക്കി കൊടുക്കും. വയഖ്ദിർ, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു തആല അത് ചുരുക്കി കൊടുക്കും ചെയ്യും. മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല മനുഷ്യന്റെ സമ്പത്തും, മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കലൊന്നും മനുഷ്യ പരിധിയിൽപ്പെട്ടതല്ല. ഒരു കവി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ, ഫലാ തജ്സർ ഇദാ അഅ്സർത യൗമ ഫഖദ് അയ്സർത ഫിസ്സമനി തവീലി. എന്നെങ്കിലും ഒരു ദിവസം നീ സാമ്പത്തിക പ്രതിസന്ധി വന്നാല് നീ ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. ഫഖദ് ഐസർത ഫിസ്സമനി തവീലി, കുറെ കാലം നിനക്ക് വേണ്ടതൊക്കെ അല്ല തന്നില്ലേ. എത്ര കാലം നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം നിന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയാൽ നീ ഒന്നും അക്ഷമ കാണിക്കണ്ട, പ്രയാസപ്പെടണ്ട. ഒരുപാട് കാലം അള്ളാഹു നിനക്ക് തന്നില്ലേ. വലാ തളുനൻ ബിറബ്ബിക വന്നാസൂഇ ഫഇന്നല്ലാഹ ഔലാ ബിൽ ജമീലി. അള്ളാഹിനെ പറ്റി നീ മോശമായിട്ടൊന്നും വിചാരിക്കരുത്. എല്ലാ നല്ല കാര്യത്തിന്റെയും ഉടമസ്ഥനാണ് അള്ളാഹു. ഈ കണ്ട കാലം നിനക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോ നിന്നെ ഒന്ന് ചെറിയൊരു പ്രയാസത്തിലാക്കുമ്പോ റബ്ബിനെ പറ്റിയിട്ട് മോശമായിട്ടൊന്നും വിചാരിക്കണ്ട. ഫലൗ അന്നൽ ഉഖൂല തസൂഖു റിസ്ഖാ ലകാന റിസ്ഖു ഇൻദ ദവിൽ ഉഖൂലി ലകാനൽ മാലു ഇൻദ ദവിൽ ഉഖൂലി. ഫലൗ അന്നൽ ഉഖൂല തസൂഖു റിസ്ഖാ, ബുദ്ധി കൊണ്ട് ഒരാൾക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ, ബുദ്ധി കൊണ്ടാണ് ഭക്ഷണവും സമ്പത്തും കിട്ടുന്നതെങ്കിൽ, ലകാനൽ മാലു ഇൻദ ദവിൽ ഉഖൂലി, ഇവിടുത്തെ ബുദ്ധിജീവികളുടെ അടുത്തായിരിക്കും സ്വത്ത് മുഴുവൻ ഉണ്ടാകുക. പക്ഷെ നമ്മൾ കാണുന്നില്ലേ, സമൂഹത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവര്, ബുദ്ധിപരമായി തീരെ നിലവാരമില്ലാത്ത ആളുകൾ, അവരടുത്ത് ഇഷ്ടം പോലെ പൈസ. ബുദ്ധിജീവികൾ, വിദ്യാസമ്പന്നർ, സംസ്കാര സമ്പന്നർ, അവരൊന്നുമില്ലാതെ എല്ലാ പണിയും എടുത്തിട്ട് ഒന്നും നേടാൻ കഴിയാതെ അവരിയ്ക്കുന്നതും കാണാം. അപ്പോ ബുദ്ധി കൊണ്ടാണ് റിസ്ക് കിട്ടുന്നത് എങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ധനാഢ്യർ ബുദ്ധിമാന്മാരായിരിക്കും. പക്ഷെ അങ്ങനെയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കും, അല്ലാത്തവർക്ക് അള്ളാഹു തആല ചുരുക്കിക്കളയും. റബ്ബിനെ പറ്റി മോശമായിട്ട് വിചാരിക്കണ്ട, എല്ലാ നല്ല കാര്യത്തിന്റെയും ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, നമ്മൾ മുമ്പൊരിക്കൽ വേറൊരു ചരിത്രം ഇവിടെ പറഞ്ഞിരുന്നു. ഈ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ ഇമാമ് മഅറൂഫുൽ ഖർഖിയോട് ചോദിച്ചു, മിൻ ഐന തഅക്കുലു, നിങ്ങളൊക്കെ എവിടുന്നാ ഭക്ഷണം കഴിക്കണെന്ന് ചോദിച്ചു. അപ്പൊ മഅറൂഫുൽ ഖർഖി വലിയ സൂഫിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്ബിർ ഹത്താ ഉഈദ സ്വലാത്തി അല്ലത്തി സ്വല്ലൈതു ഖൽഫക്, നിന്റെ ബാക്കിൽ നിസ്കരിച്ച നിസ്കാരം ഞാനൊന്ന് മടക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാ നിനക്ക് ഞാൻ എവിടുന്ന ഭക്ഷണം കഴിക്കണെന്ന ഇമാമു ചോദിച്ചത്. അപ്പൊ ഞാൻ ആദ്യം നിന്റെ ബാക്കിൽ നിസ്കരിച്ച നിസ്കാരം ഒന്ന് മടക്കട്ടെ,
ഫഇന്ന മൻ ശക്ക ഫിർ റിസ്കി ശക്ക ഫിർ റാസിഖ്. റിസ്കിൽ സംശയിക്കുന്നവൻ റാസിഖായ അള്ളാഹുവിൽ സംശയിച്ചാ നടക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിന്റെ പിറകിൽ നിസ്കരിച്ച നിസ്കാരം മടക്കട്ടെ, എന്നിട്ട് പറഞ്ഞു തരാമെന്ന് മഹാനായ മഅറൂഫ് അൽ ഖർഖി റളിയല്ലാഹു അൻഹു. അപ്പൊ നേരത്തെ പറഞ്ഞ കവി നമ്മളെ പഠിപ്പിച്ചത് ഭക്ഷണം കിട്ടുന്നത് ബുദ്ധി കൊണ്ടല്ല, അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് വിശാലമാക്കി കൊടുക്കും, അല്ലാത്തവർക്ക് ചുരുക്കിക്കളയും. ഇതാണ് ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ആലോചിക്കണം. എന്ത് വിഷയത്തിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും റബ്ബ് കണക്കാക്കിയതേ നമുക്ക് കിട്ടുള്ളൂ, അതിലപ്പുറം ഞമ്മക്കൊന്നും കിട്ടൂല. ആ ഒരു ഓർമ്മ നമുക്ക് വേണം. ബുദ്ധി കൊടുത്തുകൊണ്ട് സമ്പത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല, വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് സമ്പത്ത് കിട്ടിക്കൊള്ളില്ല. ഒരു നല്ല പ്രൊഫഷണൽ കോഴ്സിൽ ഒരുപാട് പൈസ ഇറക്കിയിട്ട് അത് പഠിച്ചിട്ട് ഗൾഫിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, കടയിൽ നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. തിരിച്ച് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാര് വലിയ കമ്പനിയുടെ ബോസായിട്ട് നിൽക്കുന്നതും നമുക്ക് കാണാം. എല്ലാം അള്ളാഹു താല കണക്കാക്കിയതാ. ബുദ്ധിയും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ അളവിലാണ് അള്ളാഹു താല ബുദ്ധി കൊടുക്കുക. രാഷ്ട്രീയക്കാര് ഒരുപ്പോ വലിയ ബുദ്ധിയുള്ളവരാ. രാഷ്ട്രീയക്കാർക്ക് ബുദ്ധി നിലവാരം പൊതുവെ കുറവാണ്. ബുദ്ധി നിലവാരം സംസ്കാരമൊക്കെ വളരെ കുറവായിരിക്കും അധിക രാഷ്ട്രീയക്കാർക്കും. പക്ഷെ ഓരോരുത്തർ പൈസ എത്ര ഉണ്ട് നോക്ക് നിങ്ങള്. രാഷ്ട്രീയക്കാർക്ക് എന്ത് ബുദ്ധിയുള്ളത്? കൃത്യം ഒരു 20 വർഷം മുമ്പ് 2002-2003 കാലങ്ങളില് ഈ താലിബാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ നശിപ്പിക്കാൻ വേണ്ടി അന്ന് ജോർജ് ബുഷും ടോണി ബ്ലെയറും എത്രയോ ബില്യൺ കണക്കിന് പൈസ ചെലവാക്കി അവിടെ ബോംബിട്ട് മുല്ലാ ഉമറിനെ അന്വേഷിച്ച് കുറെ നടന്നു. താലിബാൻ തീവ്രവാദിയാണ്, താലിബാൻ സ്ത്രീവിരുദ്ധ പ്രസ്ഥാനമാണ്, താലിബാൻ യാഥാസ്ഥികരാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തിയ താലിബാനോടായിരുന്നു ഒരു കാലത്ത് ഈ അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ച് സഖ്യകക്ഷി നിന്നിട്ട് യുദ്ധം ചെയ്ത് അവരെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് അവിടെ ഹമീദ് കർസായി എന്ന് പറയുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രിനെ വെച്ചു. അവര് പോയി, അമേരിക്ക അവിടുന്ന് പോയതോടുകൂടെ വീണ്ടും താലിബാൻ കയറി. ഇപ്പൊ ഇന്ത്യ താലിബാന്റെ പ്രധാന നേതാവിന് നമ്മുടെ രാജ്യം എല്ലാ സ്വീകരണവും കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതേ ആള് നേരെ പോയിട്ട് RSSന്റെ കേന്ദ്രം സന്ദർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആദ്യം ഒരു പത്രപ്രസ്താവന വിളിച്ച് അതിൽ സ്ത്രീകൾ ആരും ഇല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. സ്ത്രീ വിരുദ്ധ പ്രസ്ഥാനാന്ന് മുമ്പേ ചീത്തപ്പേരുണ്ട്. രണ്ടാമത് സ്ത്രീകളെ കൂട്ടിയിട്ട് വീണ്ടും വേറൊരു പത്രസമ്മേളനം നടത്തി. രാഷ്ട്രീയക്കാർക്ക് നിലവാരോ സംസ്കാരോ നിലപാടുകളോ ഒന്നുമില്ല, ഏത് സമയത്തും മാറും. ഒരു 10, 60, 70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിയ നമ്മുടെ പൂർവികർ, അവര് രാജ്യസ്നേഹികളാണ്, ദേശസ്നേഹികളാണ്. അന്ന് മരിച്ചവര് മൃത്യു മരിച്ചവരെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ അവിടെ ഫലസ്തീനില് സ്വന്തം നാടിന് പോരാടുന്ന ആ നാട്ടുകാരെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? ഹമാസ് തീവ്രവാദികൾ എന്ന്. അവിടെ അധിനിവേശം ചെയ്യുന്ന ആൾക്കാരോ അവര് നീതിമാന്മാരും. അപ്പൊ ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ, രാഷ്ട്രീയക്കാരുടെ അവസ്ഥ ഇതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ബുദ്ധിയും നിലവാരം നോക്കിയിട്ടൊന്നും അല്ല അല്ല റിസ്ക്കും സൗകര്യങ്ങളും കൊടുക്കുന്നത്. അല്ല ഉദ്ദേശിച്ചവർക്ക് അല്ല കൊടുക്കും എന്നാണ്. അള്ളാഹു നമുക്കൊക്കെ റിസ്ക് വിശാലാക്കി തെരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.